വിശദമായ വാർത്തകൾ നോക്കാം. മുൻ മന്ത്രിയും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. ദീർഘനാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 2005-ൽ വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്തു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വടക്കൻ കേരളത്തിന് പുറത്ത് പാർട്ടിയെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഏറ്റവും ജനകീയനായൊരു നേതാവാണ് വിടവാങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണുള്ളത്? എങ്ങനെയൊക്കെയാണ് പൊതുദർശനം അടക്കം ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, 3:40 കൂടിയാണ് ലേക്ക് ഷോർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. നമുക്കറിയാം, ദീർഘനാളായി അദ്ദേഹം അസുഖത്തെ തുടർന്ന്, അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഞായറാഴ്ചയാണ് വൃക്കരോഗം രൂക്ഷമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്ന് രാവിലെ ആയതോടുകൂടി അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമായി മാറുകയും ചെയ്തു. നേതാക്കന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിലെത്തി. പിന്നീട് വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൃതദേഹം ലേക്ക് ഷോർ ആശുപത്രിയിൽ അല്പനേരം 15 മിനിറ്റോളം മൃതദേഹം പൊതുദർശനം വെച്ചതിന് ശേഷം ഇപ്പോൾ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയാണ് പൊതുദർശനം ഉണ്ടാകുക. രാത്രി 9 മണിവരെ ആയിരിക്കും പൊതുദർശനം. അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് നാളെയാണ് സംസ്കാരം കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിലായിരിക്കും ഖബറടക്കുക. നമുക്കറിയാം, ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ, ഒരുപാട് നേട്ടങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞെന്ന രാഷ്ട്രീയ നേതാവ് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു മുഖം തന്നെയായിരുന്നു, വലിയ ജനകീയൻ തന്നെയായിരുന്നു. അദ്ദേഹം പ്രതിനിധീകരിച്ച 2 മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തെ തേടിയെത്തുകയും അദ്ദേഹത്തിന്റെ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് പറയാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. കൈവച്ച മേഖലകളിലെല്ലാം തന്നെ മികച്ച വിജയം കൈവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയൊരു നേതാവിനെ തന്നെയാണ് ഇതോടുകൂടി നഷ്ടമാകുന്നത്. മലബാറിൽ വേരൂന്നിയ മുസ്ലിം ലീഗിനെ മധ്യകേരളത്തിലേക്ക് പടർത്താൻ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നോക്കിയാൽ 2001-ൽ 12,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആദ്യ വിജയം. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ടേമിലെ അവസാന ഒരു വർഷം അപ്രതീക്ഷിതമായി മന്ത്രിയായി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, PK കുഞ്ഞാലിക്കുട്ടി ഒരു വിവാദത്തിൽപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു വർഷം മന്ത്രിയായി ആകാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് 2006-ൽ ഭൂരിപക്ഷം ഉയർത്തി വീണ്ടും മട്ടാഞ്ചേരിയിൽ നിന്നും നിയമസഭയിലേക്ക് പ്രതിനിധീകരിച്ചു. മട്ടാഞ്ചേരിയെ പ്രതിനിധീകരിച്ച അവസാന MLA കൂടിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. അതോടൊപ്പം തന്നെ കളമശ്ശേരി രൂപീകരിച്ചതിന് പിന്നാലെ ആദ്യം MLA ആയൊരു വ്യക്തി കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ രേഖപ്പെടുത്താനുണ്ട്. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി പ്രവർത്തിക്കുവാനും അവസരം അദ്ദേഹത്തെ തേടിയെത്തി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരണവും നിർമ്മാണ പ്രവർത്തികൾ സുഗമമായി നടത്താനുള്ള ഈ ടെൻഡറുകളും ഈ പേയ്മെന്റുകളും നടപ്പാക്കിയതുമെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത്, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് കളമശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യവസായ മേഖലകളെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിദഗ്ധരുടെ ഒരു സംഘം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹമായിരുന്നു. പിന്നീട് കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്ന 10 ഏക്കറോളം ഭൂമി കിൻഫ്രയിൽ നിന്നും സൗജന്യമായി ഏറ്റെടുത്ത് നൽകുവാനും ഇബ്രാഹിം കുഞ്ഞിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായി ഇപ്പോഴും നമ്മൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം 400 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 400 പാലങ്ങൾ നിർമ്മിക്കുക എന്ന വെല്ലുവിളി മറ്റാരും ഏറ്റെടുത്തില്ല. പക്ഷെ അത് ഏറ്റെടുത്തത് ഇബ്രാഹിം കുഞ്ഞെന്ന മന്ത്രിയായിരുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ തന്നെ നമുക്കറിയാം, കുപ്രസിദ്ധമായിട്ടുള്ള പാലാരിവട്ടം പാലം അഴിമതി, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കളങ്കം
പോലും ഉണ്ടായി എന്നുള്ളത് പിന്നീടാണ് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുമൊക്കെ അല്പം ഒരു ബ്രേക്ക് എടുത്ത് അദ്ദേഹം പയ്യെ പ്രാദേശികമായിട്ടുള്ള തലത്തിൽ മാത്രം സജീവമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശം അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ലേക്ഷർ ആശുപത്രിയിൽ PV ഗംഗാധരൻ ഡോക്ടറിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സയും ഒക്കെ നടന്നിരുന്നത്. അങ്ങനെ ദീർഘകാലമായി ക്യാൻസർ രോഗത്തെ തുടർന്ന് അദ്ദേഹം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ മന്ത്രിയെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. മികച്ചൊരു മന്ത്രിയായി തന്നെയാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മന്ത്രിയായിട്ടുള്ള പ്രവർത്തന മികവിന് ഇന്ത്യയിലെ പ്രമുഖ പത്രമായ ഡെക്കാൻ ക്രോണിക്കിളിന്റെ 2012 മികച്ച മന്ത്രിക്കുള്ള അംഗീകാരം ലഭിച്ചു. 2012 കേരള രത്ന പുരസ്കാരവും ബെസ്റ്റ് മിനിസ്റ്റർ ഓഫ് 2013 കേളി കേരള പുരസ്കാരവും USA ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ അവാർഡ് അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം കുഞ്ഞെന്ന മന്ത്രിയെ അല്ലെങ്കിൽ MLA ഇപ്പോഴും ജനപ്രതിനിധികൾ വളരെ ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിന് നല്ലൊരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ ചില കളങ്കം ഈ പാലാരിവട്ടം പാലത്തിന്റെ ഒരു നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരുയർന്നു വന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ കളങ്കം ഒഴിവാക്കി നിർത്തിയാൽ ഇബ്രാഹിം കുഞ്ഞെന്ന MLA മന്ത്രിയെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തന്നെയാണ് കേരള രാഷ്ട്രീയം ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്, അടയാളപ്പെടുത്തുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി രാവിലെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നുണ്ട്. കളമശ്ശേരിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 9 മണിവരെ ആയിരിക്കും അവിടെ പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം നാളെ രാവിലെ 10 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. VK ഇബ്രാഹിം കുഞ്ഞ് ഏറെ നാളായി അദ്ദേഹം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കാരണം അതുവരെ വടക്കൻ കേരളത്തിൽ ഒതുങ്ങി നിന്ന മുസ്ലിം ലീഗിനെ അതിനപ്പുറത്തേക്ക് എറണാകുളം ജില്ലയിലൊക്കെ വളരെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ഒപ്പം ഏത് സമയത്തും നവമി ആ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ എന്ത് പ്രശ്നവും ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. അങ്ങനെ ആ കളമശ്ശേരിയുടെ ശബ്ദം എന്നും നിയമസഭയിൽ ഉയർത്തി കാണിക്കുന്നതിൽ അദ്ദേഹം ആ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി ആയിരിക്കുമ്പോഴാകട്ടെ മുൻപ് ലീഗ് നേതാക്കൾ ജയിച്ചു വന്ന ഒരു മട്ടാഞ്ചേരി മണ്ഡലം, അവിടെ അദ്ദേഹത്തിന് 2ാം തവണയും ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും അവർക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് കൂടിയാണ് ലീഗിനെ സംബന്ധിച്ച് വിടവാങ്ങുന്നത്. അതെ, കൊച്ചിയിൽ അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്ന് പരിശോധിച്ചാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടറായി അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഈ സമയത്തൊക്കെ അതിനുവേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിൽ അതൊക്കെ പൂർണ്ണമായും വേണ്ട രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ച് നേട്ടമായി എടുത്തു പറയേണ്ടത്. സർവകലാശാല ഒപ്പം ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏക അനൌദ്യോഗിക അംഗമായിരുന്നു അദ്ദേഹം. ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും അദ്ദേഹം സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സമയത്തെല്ലാം അദ്ദേഹം വഹിക്കുന്ന ചുമതലകളിലെല്ലാം കൃത്യമായി തന്റെ വീക്ഷണം അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു മേഖലയിൽ വികസനം കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നതിൽ ആണ് എപ്പോഴും അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവിനെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം തന്റെ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലും വരുത്തിയ വികസനങ്ങൾ തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ എപ്പോഴും വേറിട്ട് നിർത്തുന്നത്.
ഈ എറണാകുളമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവൃത്തി മണ്ഡലം എങ്കിൽ പോലും ഈ പാണക്കാട് കുടുംബത്തിന്റെ വിശ്വസ്തൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പോകേണ്ട സമയത്ത് പോലും ഈ എറണാകുളത്ത് മാത്രം പ്രവർത്തിച്ചു വന്ന ഇബ്രാഹിം കുഞ്ഞെന്ന ഒരു നേതാവിനെ MSFിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ ഒരു നേതാവിനെ ആ സ്ഥാനം വിശ്വസിച്ച് ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ പിന്തുണ നൽകി കൈപിടിച്ചുയർത്തിയത് ആ പാണക്കാട് കുടുംബമാണ്. അത് അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അത് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പോലും ആ വിശ്വാസ്യത പുലർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവിനെ ഓർത്തെടുക്കുന്നതും രാഷ്ട്രീയ കേരളം. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ പോലും വലിയ ചർച്ചകളും വലിയ വിവാദങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോഴും ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവ് ഇതുവരെ ചെയ്തു വെച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പുകൾ അപ്പോഴും ബാക്കിയായിരുന്നു. എന്തായാലും ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവ് വിടവാങ്ങുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു വിടവ് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അദ്ദേഹം അല്പം മാറി നിന്നെങ്കിൽ പോലും സ്വന്തം മണ്ഡലത്തിലും അല്ലെങ്കിൽ ജില്ലയിലും ഒക്കെ കരുത്തനായി തന്നെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്ന, നിയമോപദേശം നൽകുന്ന ഒരു വ്യക്തിയായും അവസാന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം നിന്നു. കഴിഞ്ഞ തവണ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും സ്വന്തം മകനെ സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ രീതിയിലും വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു. അണികളെല്ലാം ഒന്നിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ മകനൊരു തോൽവി ഉണ്ടായത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് ഈ പാലാരിവട്ടം അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു കളങ്കം തന്നെയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വിജയത്തിനും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ വിജയത്തിനും ഒക്കെ പ്രതികൂലമായി ബാധിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവിനെ കേരള രാഷ്ട്രീയം ഇപ്പോഴും ഓർത്തെടുക്കുന്നത് ഒരുപാട് വികസനങ്ങൾ നാടിനായി കൊണ്ടുവന്ന ഒരു വ്യക്തി, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ്. ശ്രീജ. ശരി, നവമി ദിനേശാണ്.